ഹലോ! ഇന്നൊരു ഞണ്ട് കറിയുടെ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പം ഞായറാഴ്ചയായിരുന്നപ്പോഴത്തേക്കും പപ്പ പറഞ്ഞു എന്നാൽ നമുക്കിന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാം. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചുള്ളതല്ലേ വീട്ടിൽ. അങ്ങനെ ഞാനും അച്ചാച്ചനും ആയിട്ട് ഒരുമിച്ച് വരുന്ന ദിവസങ്ങൾ വളരെ റെയറാണ്. അപ്പം ഇന്ന് ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഓർത്ത് എന്നാൽ ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എനിക്ക് ഓഫായിരുന്നു. അപ്പോൾ ദാണ്ടെ ഉരുളിയെടുത്ത് കഴുകി അടുപ്പത്ത് വെച്ചു, അതിൽ എണ്ണയൊഴിച്ചു, ഇച്ചിരി പെരുംജീരകം ഇട്ടു. ഞാൻ കുറേ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ടാട്ടോ ഈ സാധനം ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു തവണ മാത്രമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് മുന്നേ ഇത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആ പെരുംജീരകം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്തു ചെറുതായിട്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഓൾറെഡി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അതിലേക്ക് ഇട്ടു. ഇളക്കി കൊടുത്തു. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് എന്താ പറയുന്നത്, ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുന്ന ടൈം ആകുമ്പോഴേ നമുക്ക് സവാളയൊക്കെ ഇടാൻ പറ്റും. സോ അതുവരെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില എടുക്കാൻ സത്യത്തിൽ ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഓടി ഫ്രിഡ്ജിൽ പോയി കറിവേപ്പില എടുക്കുമായിരുന്നു. ഈ സമയത്ത് മക്കൾ നല്ല ബഹളമാണ്. ലൂക്കോച്ചൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്, നോക്കുട്ട ഹാളിലാണ്. അതെല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്കും സവാളയും ഉള്ളിയും ഇട്ട് കൊടുത്തു. നല്ലതായിട്ടൊക്കെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഉപ്പിടാൻ മറന്നുപോയല്ലോ എന്ന്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ഇനി അത് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതും ഏകദേശം നമുക്കൊരു ഗോൾഡൻ കളറിലേക്ക് മാറുന്നത് വരെ നമ്മളത് ഈ കൊച്ചുള്ളിയും സവാളയും ഒക്കെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി കൊടുത്തു. അത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതിനകത്ത് വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കാശ്മീരി ചില്ലിയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയിട്ട് കാശ്മീരി ചില്ലിയാന്ന് പറഞ്ഞൊരു മുളക് പൊടി മേടിച്ചിട്ട് ഞാൻ വെച്ച കറി വെറുതെ ഞങ്ങൾ കളയേണ്ടി വന്നായിരുന്നു. ഭയങ്കര എരിവായിരുന്നു, കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഞാനൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അത് മിക്സ് ചെയ്തു. അതെല്ലാം ഏകദേശം ഒന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. മഞ്ഞൾപ്പൊടിയെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മളിടാൻ പോകുന്നത് അതിട്ടത് ഞാനിപ്പോൾ ഗരം മസാലയാണ്. ഗരം മസാല ഇട്ടു. ഗരം മസാലയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഞാൻ ഓൾറെഡി ഇട്ടത് ഞാൻ പൊടിച്ച് വച്ചേക്കുന്ന പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ഒരു നല്ല മണവും നല്ലൊരു ഫ്ലേവറിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പെരുംജീരകം അതിനകത്ത് അഡീഷണൽ ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 കുഞ്ഞി ടൊമാറ്റോസ് അരിഞ്ഞ് വെച്ചേക്കുന്നത് അതിനകത്തോട്ടിട്ടു. കഴിഞ്ഞ ദിവസം റോബിൻ വന്നപ്പോഴത്തേക്കും കൊണ്ടുവന്ന ടൊമാറ്റോ ആണിത്. നല്ല ഫ്രഷ് ടൊമാറ്റോസാണ്. അവൻ കുറച്ച് മഷ്റൂംസും കുറച്ച് ടൊമാറ്റോയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രഷാണ് സാധനം. എന്നിട്ട് അത് പിന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് തക്കാളിയും അതുമെല്ലാം ഒന്ന് ഉടഞ്ഞ് വരുന്നിടം വരെ നമ്മൾ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതാണിപ്പോൾ കാണുന്നത്. ഇപ്പം എല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഉപ്പൊക്കെ ഇട്ട് ഓൾറെഡി കഴുകി മാറ്റി വെച്ചേക്കുന്നതായിരുന്നു ഈ ക്രാബ്. എന്നിട്ട് ഈ ക്രാബ് പതിയെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക.
ക്രാബ് എനിക്ക് ഓൾറെഡി ക്ലീൻ ചെയ്ത് താഴത്തെ ചേട്ടന്മാർ തന്നായിരുന്നു. എല്ലായിടത്തും എനിക്ക് ക്ലീൻ ചെയ്ത് തരുമോയെന്ന് അറിയില്ല. ഇത് താഴത്തെ ചേട്ടന്മാരോട്ട് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവർ എനിക്ക് ക്രാബൊക്കെ എടുക്കുമ്പം അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാം തരും. രാവിലെ അച്ഛൻ ക്രാബ് മേടിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ പപ്പയോട് ദേഷ്യപ്പെട്ടു. പപ്പ എന്തിനാ ക്രാബ് മേടിച്ചേ? പപ്പ ഫിഷ് മേടിക്കാൻ പോയിട്ട് പപ്പ എന്തിനാ ക്രാബ് മേടിച്ചിട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞു, എടീ നമുക്ക് ക്രാബ് കറി ഉണ്ടാക്കാമെന്ന്. അന്നേരം എനിക്ക് ക്രാബ് ഇഷ്ടമാണ്, പക്ഷേ ഇത് കടിച്ച് കഴിക്കാനായിട്ട് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. കഴിക്കാൻ അറിയില്ല. പക്ഷേ ഇത് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. കണ്ടപ്പം നമ്മുടെ ലൂക്കോച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. ലൂക്കോച്ചൻ്റെ കയ്യിൽ ഞാനൊരു പാത്രമൊക്കെ കൊടുത്ത് ലൂക്കോച്ചനെ ഒതുക്കി ഒരു സൈഡിൽ ഇരുത്തിയേക്കാണ്. അപ്പോൾ ലൂക്കോച്ചൻ പാത്രമൊക്കെ ഇട്ട് അടിച്ച് കളിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൂക്കോച്ചൻ ചെറുതായിട്ടൊക്കെ വർത്താനമൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. ചിലതിൽ ഇംഗ്ലീഷ് വേർഡ്സൊക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ എന്തെങ്കിലും കാർട്ടൂൺസിലൊക്കെ കാണുന്ന വേർഡ്സൊക്കെ അവൻ ഇമിറ്റേറ്റ് ചെയ്ത് പറയാനായിട്ട് തുടങ്ങിയതാണ്. അതെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ കറിവേപ്പിലേക്ക് ഇട്ട് വെച്ചു. ഇത് മക്കൾക്ക് ഓൾറെഡി രാവിലെ ഉണ്ടാക്കിയതാണ്. നമ്മുടെ മറ്റേ പിടിപ്പയർ ജസ്റ്റ് ഒന്നുമില്ല, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് അവന്മാർക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. അത് അവർക്കുള്ള സ്പെഷ്യലാണ്, ഇത് ഞങ്ങൾക്കുള്ള സ്പെഷ്യൽ. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ദാണ്ടപ്പാത്തി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത്. ചുമ്മാ ഇത് ഞങ്ങൾ കഴിക്കുന്നതല്ല, ഇത് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ അത് കേട്ടോ. അച്ചാച്ചനും കൊടുത്തു, ചേച്ചിക്കും കൊടുത്തു. ലൂക്കോയ്ക്കും നോക്കൂട്ടിനും ഞങ്ങൾ കൊടുത്തിട്ടില്ല കേട്ടോ. പിള്ളേർക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പിള്ളേർക്ക്